ഇന്ന് ഞാൻ വിചാരിച്ചേ കുറച്ച് കഞ്ഞി ഉണ്ടാക്കിയേക്കാവുന്നു. ഉണ്ടാക്കുന്നതും കഞ്ഞി, കൊടുക്കുന്നവനും കഞ്ഞി, കഴിക്കുന്നവനും കഞ്ഞി എന്നുള്ള ക്രെഡിറ്റ് ഈ ഒരൊറ്റ സാധനത്തിലുള്ളതല്ലേ. ഞാൻ എങ്ങനെയാണ് കഞ്ഞി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് ഉണക്കപ്പയർ, കുറച്ച് വൻപയർ, കുറച്ച് ചെറുപയർ, ഒന്നിലും പെടാത്തൊരു പയർ, പിന്നെ കുറച്ച് മുതിര. അതിപ്പോൾ കുതിര കൈ കിട്ടിയാലും ഞാൻ അതിനകത്ത് പെറുക്കിയിടും കേട്ടോ. എന്ന് വേണ്ട കണ്ടടച്ചാണ്ടി സാധനം മൊത്തം പെറുക്കിയിട്ടു. അങ്ങനെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ചേർത്ത് കഞ്ഞി? ഇതാകുമ്പോഴേ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടെന്നേ, ഉണ്ടാക്കാനും എളുപ്പം. ഈ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ കൊച്ചനോട് ചോദിക്കും, അമ്മ ഇന്നിവിടെ ആർക്കാണ് പനി? പനിയുള്ളപ്പോൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണെന്നാണ് ഇവിടെയുള്ള പലരുടെയും വിചാരം. പിന്നെ അതിന് സൈഡായിട്ട് കുറച്ച് പപ്പടം ഉണ്ടാക്കി. പപ്പടം ഞാൻ നമ്മുടെ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കിയത്. അതാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയണ്ടേ, എണ്ണയുടെ ഒന്നും ആവശ്യമില്ല, ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ, നന്നായിട്ട് പൊങ്ങി മുളച്ചൊക്കെ വരുമെന്നേ. പിന്നെ ഓർത്തൊരു ചമ്മന്തി ഉണ്ടാക്കിയേക്കാന്ന്. ചമ്മന്തിയുടെ ക്വാണ്ടിറ്റി ഉണ്ടെന്നും ആരും ഞെട്ടിയേക്കരുത്. ചമ്മന്തിയൊക്കെ അവിയൽ പോലെ കഴിക്കുന്ന ഒരു ഫാമിലിയാണ് നമ്മളുടേത്. അങ്ങനെ ചമ്മന്തി റെഡി, പപ്പടം റെഡി, കഞ്ഞിയും റെഡി. അപ്പം ശരി, കഴിച്ചേച്ചും വരാം.